മേയർ വി വി രാജേഷിൻ്റെ കാല് തല്ലിയൊടിച്ച് തിരുവനന്തപുരത്ത് ബി ജെ പി ഭരണം അട്ടിമറിക്കാൻ കേരളത്തിലെ CPM നടത്തുന്ന ശ്രമങ്ങളെ അതീവ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാർ കാണുന്നു. കേന്ദ്ര നേതൃത്വം, ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇത് അതിഗൗരവമായി കാണുന്നു. കാരണം പ്രധാനമന്ത്രി അതീവ ശ്രദ്ധയോടെ 2 തവണയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടിയപ്പോൾ ട്വീറ്റ് ചെയ്തത്. കാരണം രാജ്യത്ത് ഒരുപാട് പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ ബി ജെ പി ഭരിക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ഭരണം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രി 2 പ്രാവശ്യം ട്വീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി, കേന്ദ്ര സർക്കാർ അതീവ താല്പര്യത്തോടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണത്തെ കാണുന്നു എന്നാണ്. അതിനെ അട്ടിമറിക്കാനുള്ള ജുഗുപ്സാവകമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ CPM നടത്തുന്നത്. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ വീട്ടിൽ കയറി മകളെ ചോദ്യം ചെയ്തതിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി പിണറായി പറഞ്ഞ ഒരു ബുദ്ധി കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവാം. അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി ഭരിക്കുന്നു എന്നത് CPMനെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം ഇക്കാലം അത്രയും ആ കോർപ്പറേഷൻ ഭരിച്ച CPM 100 കണക്കിന് കോടി രൂപയുടെ അഴിമതികളാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഈ അഴിമതിയൊക്കെ പുറത്തു വരും ബി ജെ പി ഭരിച്ചാൽ. കോൺഗ്രസ് ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം രണ്ടും ഒക്കെ ചങ്ങാതിമാരാണല്ലോ, ഒരേ തൂവൽ പക്ഷികൾ. ഇനി അടുത്ത 5 വർഷം അവർ ഭരണം കിട്ടിയാൽ കോൺഗ്രസ് ഒരുപാട് അഴിമതി നടത്തും. കോർപ്പറേഷനിൽ ഭരണം കിട്ടിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്വാഭാവികമായും ഈ സർക്കാരിൻ്റെ കാലത്തും ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ വരും. ഒരു തർക്കമില്ല, കാരണം ഇതൊരു അവിയൽ മുന്നണിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ പരസ്പരം സഹായിക്കുക എന്നുള്ളതിൻ്റെ ഇവരുടെ ലക്ഷ്യമാണ്, ഇവരുടെ താല്പര്യമാണ്. പക്ഷേ ബി ജെ പി അങ്ങനെയല്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം കിട്ടിയാൽ ആ ഭരണം നഷ്ടപ്പെടാതെ കേരളത്തിലെ വലിയ വിജയത്തിൻ്റെ ഒരു നാന്ദിയായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയം കേരളത്തിലെയും കേന്ദ്രത്തിലെയും ബി ജെ പിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കാണുന്നത്. അതിനെ അട്ടിമറിക്കാൻ നടത്തിയ നീക്കം അതീവ ഗുരുതരമായി കാണുന്നു. അത് കുറച്ചുകൂടെ കാര്യക്ഷമമായി കേരളത്തിലെ ബി ജെ പി ഇടപെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട് എന്നുമാണ് എനിക്ക് ഡൽഹിയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന്, ചില സുഹൃത്തുക്കളിൽ നിന്ന്, ബി ജെ പി സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ ബി ജെ പി കുറച്ചുകൂടെ ശക്തമായി പ്രതികരിക്കണമെന്ന അഭിപ്രായം കേരളത്തിലെ ബി ജെ പിയുടെ പരശതം വരുന്ന പ്രവർത്തകർക്കുമുണ്ട്. ഏതായാലും കേന്ദ്രം ഇത് ഇത്തിരി കാര്യമായി എടുക്കുന്നു. പിണറായി വിജയ കളി കാര്യമാവുകയാണ്. നിങ്ങൾക്ക് 8ൻ്റെ പണി വരുന്നുണ്ട്. ഇക്കാലം അത്രയും നിങ്ങൾ അങ്ങനെ സുഖിച്ച് വളരെ കംഫർട്ടബിളായിട്ടിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് വന്നു, സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തു, വലിയ വാർത്തയായി. ഇയാളുടെ പിണറായിയുടെ സെക്രട്ടറി ആയിരുന്ന CM രവീന്ദ്രൻ, 8ാം ക്ലാസ്സും ഗുസ്തി മാത്രം ഉണ്ടായിരുന്ന ഇയാൾ കോടീശ്വരനായി വലിയ ടിപ്പർ ലോറികളും JCBകളും ഒക്കെ ഉള്ള വലിയ മുതലാളിയായി മാറിയതിൻ്റെ കഥയൊക്കെ അറിയാം. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതങ്ങ് ആറി തണുത്തുപോയി. അതിന് കാരണം ഈ പറഞ്ഞതുപോലെ ബി ജെ പി CPM ഒത്തുതീർപ്പൊന്നും ആയിരുന്നില്ല. കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഇവിടുത്തെ UAEയുടെ നയതന്ത്ര പ്രതിനിധിയായിരുന്നു. അയാൾ നാട് വിട്ടുപോയി. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനൊന്നും അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരുപാട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ EDയും NIA അടക്കമുള്ള ഏജൻസികളും പമ്മി പതുങ്ങി നിന്നു പോയത്. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ നടക്കുന്ന ED അന്വേഷണം. വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ സ്വാഭാവികമായും പിണറായി വിജയൻ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് EDക്ക് പൊറുക്കാവുന്നതും ക്ഷമിക്കാവുന്നതുമല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അങ്ങനെ ബി ജെ പിക്ക് ഇട്ട് പണിതിട്ട് പിണറായി വിജയൻ അങ്ങനെ സുഖിക്കണ്ട, CPM അങ്ങനെ സുഖിക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ആ വാളുണ്ടല്ലോ, ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്ര തവണ മാറ്റിവെച്ചു എന്നതിൻ്റെ കണക്കറിയില്ല. ചിലർ പറയും 40, ചിലർ പറയും 56 തവണ മാറ്റിവെച്ചു എന്ന്. CBI കൊടുത്തിരിക്കുന്ന അപ്പീലാണ്. കേരള ഹൈക്കോടതി വളരെ വിചിത്രമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത്. ആ കേസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുറ്റവാളികളാണ്, 1-2 പേരൊഴികെ. ആ കുറ്റം ചുമത്തപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനത്തിൽ ഒപ്പുവെച്ചത് ലാവ്ലിൻ ഈ കരാറ് നിയമവിരുദ്ധമായി വലിയ തുക 100 കോടി രൂപയുടെ കമ്മീഷൻ കിട്ടുമാറ് ഈ കരാർ ഒപ്പുവെച്ച പിണറായി വിജയൻ മാത്രം പുണ്യാളനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിലെ വിധി വന്നത്. അതിനെതിരെ CBI കൊടുത്ത അപ്പീൽ 2014 മെയ് 16 അവസാനം ലിസ്റ്റ് ചെയ്ത് വന്നത്. അത് 2024 ഫെബ്രുവരി 6 അന്തിമവാദം മെയ്യിൽ നടത്തണമെന്ന നിർദ്ദേശത്തോടു കൂടി സുപ്രീം കോടതി മാറ്റിവെച്ചു. പക്ഷേ ഇന്നുവരെ ആ കേസ് വന്നിട്ടില്ല. അതാണ് കേരളത്തിൽ ബി ജെ പിക്കെതിരെ വലിയ അലിഗേഷൻ വന്നത്. CPMും BJPയും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി
ലാവ്ലിൻ കേസ് മാറ്റിവെച്ച് പിണറായി വിജയനെ BJP രക്ഷിക്കുകയാണ് എന്ന ആക്ഷേപമാണ് കോൺഗ്രസും മറ്റുള്ളവർ ഉറക്കെ പറഞ്ഞിരുന്നത്. ചില BJPക്കാർക്കും ഇങ്ങനെ തോന്നിയിരുന്നു. എന്താണ് പിണറായിയെ പിടിക്കാൻ ഇത്രയും ശക്തമായ ഒരു കേസുണ്ടായിട്ട് CBI എന്തുകൊണ്ടാണ്, ഹർജിക്കാരനായ CBI എന്തുകൊണ്ടാണ് ആ കേസ് എടുപ്പിക്കാത്തത് എന്ന് സംശയം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആ കേസ് തീർപ്പാക്കാമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം CBI അതിനകത്ത് ഒരു താല്പര്യക്കുറവ് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു തോന്നൽ. അതിന് CBIക്ക് CBIയുടേതായ ന്യായമുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത്, കോടതിയിൽ ലാവ്ലിൻ കേസ് ഇത്ര വർഷമായി 2014 മുതൽ ഈ കേസ് പെൻഡിങ്ങിലാണ്. അവസാനം 2024 ഫെബ്രുവരി 6 ഈ കേസ് അന്തിമവാദത്തിന് എടുക്കണം എന്നു പറഞ്ഞിട്ടും കേസ് ഫയൽ അനങ്ങുന്നില്ല എന്ന സ്ഥിതി സുപ്രീം കോടതി മുമ്പാകെ ഉന്നയിക്കാൻ, അതിന് മെൻഷൻ ചെയ്യുക എന്നാണ് പറയുന്നത്, മെൻഷനിങ് നടത്താൻ കേന്ദ്ര സർക്കാർ CBIക്ക് നിർദ്ദേശം നൽകുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കോടതി മുമ്പാകെ CBIയുടെ അഭിഭാഷകൻ വന്നിട്ട്, അതല്ലെങ്കിൽ അറ്റോർണി ജനറലോ സോളിസിറ്റർ ജനറലോ വന്നു പറയും, ഈ കേസ് ഇത്ര കാലമായി പെൻഡിങ്ങിൽ കിടക്കുകയാണ്, സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു കേസാണ്. ആ കേസിൽ നേരത്തെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ, ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. മുമ്പ് VK ബാലി, ജസ്റ്റിസ് VK ബാലി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുകയാണ് ഈ കേസ് CBI അന്വേഷണത്തിന് വിട്ടത്. ആ CBI അന്വേഷണത്തിന് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് VK ബാലിയുടെ വിധിയിൽ പറഞ്ഞിരുന്നു, വമ്പൻ സ്രാവുകൾ വലപൊട്ടിച്ച് രക്ഷപ്പെട്ടു, ചെറുകിട മീനുകൾക്കാണ് ഈ കേസിൽ പ്രതിയാകാൻ യോഗമുണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ആ വമ്പൻ സ്രാവുകളെ കൂടി പിടിക്കണം എന്ന് CBIയോട് പറഞ്ഞിട്ടാണ് VK ബാലി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബാലിയുടെ ബെഞ്ച് ഇത് CBI അന്വേഷണത്തിന് വിട്ടത്. അന്ന് വൈകുന്നേരം CPMകാർ കോടതികളെ മാനിക്കണമെന്ന് പറയുന്ന, ഭരണഘടനയെ മാനിക്കണമെന്ന് പറയുന്ന, നിയമത്തെ മാനിക്കണമെന്ന് പറയുന്ന, റൂൾ ഓഫ് ലോ ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന CPMകാർ കാണിച്ച തെമ്മാടിത്തരം ഇന്നും കേരളം ഓർക്കുന്നുണ്ട്. ജസ്റ്റിസ് VK ബാലിയുടെ ഒരു കോലമുണ്ടാക്കി പ്രകടനമായിട്ട് വന്ന് മറൈൻ ഡ്രൈവിലെ കായലൊഴുക്കി സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിൻ്റെ കോലം. ഇതാണ് CPMൻ്റെ ധാർമ്മികത. അങ്ങനെ ചെയ്തിട്ടുള്ള പിണറായി വിജയന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുള്ള ഇവർ പിണറായി വിജയൻ്റെ വീട്ടിൽ ED കയറിയാൽ അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഗുണ്ടായിസം, തങ്ങളുടെ നേതാവ് എന്തു തെമ്മാടിത്തരം കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു അടിമ പാർട്ടിയാണ് CPM. ആ അടിമ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയവരൊക്കെ ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. 9ാം പ്രതിയെ ഒരു ഗീനാകുമാരി എന്ന് പറയുന്ന കേരള സർവകലാശാല യൂണിയൻ്റെ മുൻ ചെയർപേഴ്സണായിരുന്ന ഗീനാകുമാരി, SFIക്കാരി, അവരാണ് ജില്ലാ പ്രോസിക്യൂട്ടർ. SFIയുടെ ജില്ലാ പ്രസിഡന്റ് പ്രതിയായി വന്നപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്തത്? ഈ കമ്പനി പോലീസ് കൊടുത്ത റിപ്പോർട്ട് മാറ്റി വെച്ചിട്ട് പ്രതിക്ക് ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് സഖാവിനെ ഊരിയെടുത്തുകൊണ്ട് വന്നു. സഖാവിന് സഖാത്തിയോട് തോന്നിയ മമത, അല്ലെങ്കിൽ സഖാത്തിക്ക് സഖാവിനോട് തോന്നിയ മമത, അതിൻ്റെ ഭാഗമായി ഗീനാകുമാരിയുടെ പോലീസിൻ്റെ ഇൻസ്ട്രക്ഷൻ മാറ്റിവെച്ചിട്ട് സ്വന്തം നിലയിൽ കക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പ്രതിക്ക് ജാമ്യം കൊടുത്തു. CPMകാർ ഏത് ലെവൽ വരെ പോകുമെന്ന് ഈ ഒരൊറ്റ ഉദാഹരണം മതി. കേരളം ഇത് ചർച്ച ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസ് കൊടുക്കുന്ന, അവിടുത്തെ പോലീസ് ഓഫീസർ ഒരു കമ്മിയാണ്. നേരത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ CPMൻ്റെ ഭാരവാഹിയായിരുന്ന ആളാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്ന ആ കക്ഷി. പക്ഷെ അയാൾ പോലും റിപ്പോർട്ട് എഴുതി കൊടുത്തു, ഈ ഹരീഷ് എന്ന് പറയുന്ന അവൻ ക്രിമിനലാണ്, അവൻ പോലീസിനെ ആക്രമിച്ചതാണ്, അവൻ ആയുധങ്ങളുമായിട്ട് വന്നതാണ്, അവൻ്റെ വടി ഉൾപ്പെടെയുള്ള സംഗതികളുണ്ടായിരുന്നു, അതെല്ലാം കണ്ടെടുക്കണം, അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് എഴുതി കൊടുത്തിട്ട് ഈ ഗീനാകുമാരി, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഇവർ SFI നേതാവായിരുന്നപ്പോൾ ഇവരെ ആരാണ്ടോ പട്ടിയെ കഷ്ണം കൊണ്ട് തലക്കടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണമൊക്കെ CPMകാർ നടത്തിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെയൊക്കെ ഒന്നാം പുറത്തെ വാർത്തയായിരുന്നു. അങ്ങനെ അന്നു മുതലേ അന്ധം കമ്മിയായിരുന്ന ഇവരെയാണ് എവിടെ നിന്നോ ഒരു LLB എടുത്തുകൊണ്ട് വന്നു എന്നതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ജില്ലാ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായി പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടത്തിയത്. സതീശൻ്റെ സർക്കാർ വന്നു 1 മാസം കഴിഞ്ഞിട്ടും കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള പൊളിറ്റിക്കൽ നിയമനത്തിൻ്റെ ഭാഗമായി വന്നിട്ടിരിക്കുന്ന ഈ അന്ധം കമ്മികളെ മാറ്റാൻ തയ്യാറായിട്ടില്ല.
ഇന്ന് നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്ന സമയത്തും ഗീനാകുമാരി ഞെളിഞ്ഞിരിക്കുകയാണ്. അവരാണ് കക്ഷിയായ പോലീസ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ മറികടന്നിട്ട് സഖാവ് ഹരീഷ് ഇറങ്ങിപ്പോവട്ടെ എന്ന് പറയുന്നത്. എത്ര വലിയ ചതിയാണ്! സത്യത്തിൽ ഇവർക്കെതിരെ അതീവ ഗുരുതരമായ നടപടി, സ്പോട്ടിൽ ഇവരെ പിരിച്ചുവിടണം. ക്രിമിനൽ ജസ്റ്റിസിൻ്റെ വകുപ്പ് സതീശനാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെ സ്പോട്ടിൽ പിരിച്ചുവിടണം. എന്താ സതീശൻ പിരിച്ചുവിടാത്തത്? ഇന്ത്യ മുന്നണി ആയതുകൊണ്ടാണോ? 14 ജില്ലകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ ഇടതും വലതും തമ്മിലുള്ള അന്തർധാര. അങ്ങനെ ആ അന്തർധാരയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ മേയറെ ആക്രമിച്ചു. മേയറുടെ കാല് ഒടിയുന്ന സ്ഥിതിയുണ്ടായി. ഡെപ്യൂട്ടി മേയർ ആശുപത്രിയിലായിരുന്നു. മേയർക്കെതിരെ കേസ് കൊടുത്തു. എന്തിനാണെന്നറിയോ? മേയറുടെ ഓഫീസിൽ കയറി. മേയർ പിന്നെ മേയറുടെ ഓഫീസിലല്ല, പിണറായി വിജയൻ്റെ ഓഫീസിലാണ് കയറേണ്ടത്. ഇങ്ങനെ എന്തു തോന്നിയവാസവും കാണിക്കാമെന്ന തരത്തിലേക്ക് CPM ഗുണ്ടകളെ അഴിച്ചുവിടാൻ പിണറായി വിജയൻ തീരുമാനിച്ചാൽ പിണറായിയുടെ ശിഷ്ടകാലം വിയ്യൂർ ജയിലിലെ സെല്ലിലൊന്നും ഒരു സംശയവുമില്ല. കാരണം പിണറായി കളിക്കുന്നത് കേരള കോൺഗ്രസിനോടൊന്നുമല്ല, BJPയോടാണ്. ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്ന് പറഞ്ഞ ബാൽ താക്കറയുടെ മകനാണ് ഉദ്ധവ് താക്കറെ. ഉദ്ധവ് താക്കറെ BJPയുടെ കൂടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മഹാരാഷ്ട്രയിൽ അധികാരത്തിലേക്ക് വരുന്ന ഘട്ടമുണ്ടായി. അപ്പോൾ ഉദ്ധവ് താക്കറയ്ക്ക് ഒരു തോന്നൽ, എനിക്ക് മുഖ്യമന്ത്രിയാവണം. അതിനുവേണ്ടി BJPയെ വഞ്ചിച്ച് കോൺഗ്രസിൻ്റെയും NCPയുടെയും കൂടെ പോയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. ഇപ്പോൾ എവിടെ ഇരിക്കുന്നു ഉദ്ധവ് താക്കറെ? ആ പാർട്ടി പൊളിഞ്ഞ് പണ്ടറടങ്ങിപ്പോയി ഇല്ലേ? പിണറായി വിജയ, ഗോവിന്ദ, ഡൽഹിയിലിരിക്കുന്ന MA ബേബി, നിങ്ങളൊക്കെ വെറും ബേബികളാണ് BJPയുടെ മുട്ടിയാൽ. പണി വരുന്നുണ്ട്. പിണറായി വിജയൻ ഉറപ്പായും ജയിലിൽ പോകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്ത് രാജേഷ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതായാലും എനിക്ക് കിട്ടിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ എന്നോട് ഇങ്ങനെ ഒരു വിവരം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ദില്ലിയിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ഒരാളെ എനിക്ക് കൈമാറിയ വിവരമാണ് ഞാൻ പറയുന്നത്. വെറുതെ ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നതല്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ 2-3 ദിവസമായിട്ട് ചെയ്യുന്ന വീഡിയോകൾ കണ്ടു, അതിനകത്ത് വിമർശനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ഞാനൊരു ഇൻഫർമേഷൻ തരാം. ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങളോട് പറയൂ. പിണറായി വിജയൻ്റെ കഥ കഴിയാൻ പോവുകയാണ്. CPMൻ്റെ കഥ കഴിയാൻ പോവുകയാണ്. പിണറായി വിജയനെ ഒരു ദിവസമെങ്കിലും വിയ്യൂരിലെ ജയിലിൽ അടച്ചിരിക്കുമെന്ന് BJP തീരുമാനിച്ചാൽ സാക്ഷാൽ കാറൽ മാക്സ് വന്നാലും പിണറായി വിജയ നിങ്ങളെ രക്ഷിക്കില്ല. അതുകൊണ്ട് നോക്കിക്കളിക്കണം. ഇതൊരു വല്ലാത്ത തരത്തിലേക്ക് ഗെയിം മാറുകയാണ്. കേരളത്തിലെ പ്രിയപ്പെട്ട BJP പ്രവർത്തകരെ, നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോകളിലും പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആശങ്കകൾ ശരിയാണ്. പക്ഷേ അതിന് വേണ്ടുന്ന നടപടികൾ നിങ്ങളുടെ പാർട്ടി എടുക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഇത് ഈ BJP എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ലോകത്തിലെ. അതുകൊണ്ട് അതിനോട് ഈ ഈർക്കിൽ പാർട്ടിയായ CPM യുദ്ധത്തിന് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് പതുങ്ങിപ്പോയി എന്നതുകൊണ്ട് നമ്മൾ പിന്മാറിയെന്നോ ഭയന്നുപോയി എന്നോ ആരും കരുതണ്ട എന്നാണ് എന്നെ ദില്ലിയിൽ നിന്ന് എന്നോട് സംസാരിച്ച BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞത്. അടി വരുന്നുണ്ട് അവറാച്ച. പിണറായി വിജയൻ്റെ അവസ്ഥ വല്ലാതെ മോശമാകും. 75 വയസ്സ് കഴിഞ്ഞില്ലേ? ഓപ്പൺ മാസികയിൽ പറഞ്ഞതുപോലെ ക്യാൻസർ ഉണ്ടായിരുന്നിട്ട് ചികിത്സിച്ച് ഇപ്പം മാറി വന്നതല്ലേ ഉള്ളൂ. പുത്രീ ദുഃഖം കൊണ്ട് നീറി മരിക്കേണ്ട അവസ്ഥ വരുന്നത് കൂടാതെ അങ്ങനെ നീറേണ്ടി വരുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ സെല്ലിൽ വെച്ചാണെങ്കിൽ എത്ര പരിതാപകരമായിരിക്കും. CPMകാർ ഓർക്കണം, കളിക്കുന്നത് ആളറിഞ്ഞ് വേണം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ചെയ്യണേ.